ഹായ് ഓൾ, ലേണിംഗ് തിയറീസ് ആണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ്, ക്ലാസിക്കൽ കണ്ടീഷനിങ്. In classical conditioning, a neutral stimulus is paired with an unconditioned stimulus to create a new conditioned response. പുതിയ ഒരു കണ്ടീഷൻഡ് റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ന്യൂട്രൽ സ്റ്റിമുലസിനെയും അൺകണ്ടീഷൻഡ് സ്റ്റിമുലസിനെയും കൂടി പെയർ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഈ ഒരു തിയറി ഡെവലപ്പ് ചെയ്തത് റഷ്യൻ സൈക്കോളജിസ്റ്റായ ഇവാൻ പാവ്ലോവ് ആണ്. ബേസ്ഡ് on his experiments to teach dog to salivate in response to the ringing of a bell. ഈ തിയറി ഡെവലപ്പ് ചെയ്യാൻ കാരണമായ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ആണ്. ഡോഗിനെ സലൈവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ച് ചെയ്യാണ്. ബെൽ റിങ് ചെയ്യുമ്പോഴത്തേക്കും സലൈവേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഡോഗിനെ ടീച്ച് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായി വന്ന അല്ലെങ്കിൽ ആ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്ന ഒരു തിയറിയാണ് ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ്. ആ എക്സ്പെരിമെൻറ്റ് സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. ഒരു ഡോഗ് ഉണ്ട്, ആ ഡോഗിൻ്റെ മുൻപിലേക്ക് മീറ്റ് നീട്ടി വെച്ച് കൊടുത്തു. ആ മീറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. മീറ്റ് കണ്ടപ്പോഴേ ആ ഡോഗിന് സലൈവേഷൻ വരാൻ തുടങ്ങി. അത് അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ആണ്. But when merely bell was rung, no salivation was noticed in the dog. പക്ഷെ വെറുതെ ബെല്ലടിക്കുമ്പോൾ ആ ഡോഗിന് പ്രത്യേകിച്ച് സലൈവേഷനോ മറ്റു കാര്യങ്ങളോ ഒരു റെസ്പോൺസും ഉണ്ടാകുന്നില്ല. അത് കഴിഞ്ഞിട്ട് പാവ്ലോവ് ഈ മീറ്റും പിന്നെ റിങ്ങിങ് ഓഫ് ദ ബെല്ലും ലിങ്ക് ചെയ്തു. അതായത് ബെൽ റിങ് ചെയ്യുമ്പോഴേ മീറ്റ് കൊടുത്തു ആ ഡോഗിന്. ഹി ഡിഡ് ദിസ് സെവറൽ ടൈംസ്. ഈ ഒരു പ്രക്രിയ കുറേ ടൈം റിപ്പീറ്റ് ചെയ്തു. എപ്പോഴും ആ ഡോഗിന് മീറ്റ് കൊടുക്കുന്നതിന് മുമ്പ് ബെൽ റിങ് ചെയ്യാനായിട്ട് തുടങ്ങി. ആഫ്റ്റർവേർഡ്സ് ഹി മിയർലി റാങ് ദ ബെൽ വിത്തൗട്ട് പ്രസൻറ്റിങ് ദ മീറ്റ്. ഇത് കുറേ തവണ റിപ്പീറ്റ് ചെയ്തതിന് ശേഷം ഒരു തവണ വെറുതെ ബെൽ റിങ് ചെയ്തതേ ഉള്ളൂ, ഈ ഡോഗിന് മീറ്റ് കൊടുത്തില്ല. പക്ഷെ ആ ബെൽ റിങ് ചെയ്ത ഉടനെ ഡോഗിന് സലൈവേഷൻ വരാൻ തുടങ്ങി. ദ ഡോഗ് ബിഗാൻ ടു സലൈവേറ്റ് ആസ് സൂൺ ആസ് ദ ബെൽ റാങ്. കുറച്ച് നേരം കഴിഞ്ഞ് ദ ഡോഗ് വുഡ് സലൈവേറ്റ് നിയർലി അറ്റ് ദ സൗണ്ട് ഓഫ് ദ ബെൽ. ആ ബെല്ല് അടിക്കുമ്പോൾ തന്നെ ആ ഡോഗിന് വല്ലാതെ സലൈവേഷൻ വരാൻ തുടങ്ങി. അപ്പോൾ ആദ്യം എന്തായിരുന്നു, ഈ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയ മീറ്റ് നീട്ടുമ്പോഴേ ഡോഗിന് സലൈവേഷൻ വന്നിരുന്നുള്ളൂ. പിന്നെ ബെല്ലടിക്കുമ്പോൾ പ്രശ്നമില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഈ ബെല്ലടിക്കുന്നതും മീറ്റ് കൊടുക്കുന്നതും ഒരേ ടൈമിൽ ആയി തുടങ്ങി. ബെല്ലടിക്കുകയും മീറ്റ് കൊടുക്കുകയും ഒരേ ടൈമിലായി. അപ്പോൾ ആ ഡോഗിന് മനസ്സിലായി ബെൽ റിങ് ചെയ്താൽ ഉടൻ മീറ്റ് കിട്ടുന്നു. പിന്നെ എപ്പോഴൊക്കെ ബെൽ റിങ് ചെയ്യുന്നോ അപ്പോഴൊക്കെ മീറ്റ് മുൻപിലേക്ക് നീട്ടിയില്ലെങ്കിൽ കൂടിയും ആ ഡോഗിന് സലൈവേഷൻ വരാനായിട്ട് തുടങ്ങി. അതാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റ്. ഇൻ എഫക്റ്റ് ദ ഡോഗ് ഹാഡ് ലേൺ ടു റെസ്പോണ്ട്, ദാറ്റ് ഈസ് ടു സലൈവേറ്റ് ടു ദ ബെൽ. അപ്പോൾ ഇവിടെ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയിരുന്നു മീറ്റ്. അപ്പം അതിലേക്ക് അൺകണ്ടീഷൻഡ് റെസ്പോൺസ് കൊടുത്തിരുന്ന ഡോഗ് ഒരു കണ്ടീഷൻഡ് റെസ്പോൺസ് കൊടുക്കാൻ പഠിച്ചു. അതാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ കൺക്ലൂഷൻ. അപ്പോൾ അതിൽ നിന്നാണ് ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന തിയറിയുടെ ഡെവലപ്മെൻറ്റ്. ഓക്കെ, അടുത്തത് ഓപ്പറൻറ്റ് കണ്ടീഷനിങ് ആണ്. ദിസ് തിയറി വാസ് ഡെവലപ്ഡ് ബൈ ദി ഹാർവേർഡ് സൈക്കോളജിസ്റ്റ് B.F. Skinner. This theory is based on the notion that behavior is a function of its consequences, which may be either positive or negative. ഹാർവേർഡ് സൈക്കോളജിസ്റ്റായ B.F. സ്കിന്നർ എന്ന വ്യക്തി ഡെവലപ്പ് ചെയ്തൊരു തിയറിയാണ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ്. ഈ തിയറിയിൽ പറയുന്നത് ബിഹേവിയർ എന്ന് പറയുന്നത് കോൺസിക്വൻസസിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു ഫങ്ഷനാണെന്ന്. ആ കോൺസിക്വൻസസ് ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കും, ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും. ഓപ്പറൻറ്റ് കണ്ടീഷനിങ് ഈസ് എ ലേണിംഗ് മെത്തേഡ് ദാറ്റ് യൂസസ് റിവാർഡ്സ് ആൻഡ് പണിഷ്മെൻറ്റ്സ് ടു മോഡിഫൈ ബിഹേവിയർ. ഇതിൽ റിവാർഡ്സും പണിഷ്മെൻറ്റ്സും ഒക്കെ മുൻപോട്ട് വെക്കുന്നുണ്ട്. അപ്പം ഈ റിവാർഡ്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ടും പണിഷ്മെൻറ്റ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു വ്യക്തി അയാളുടെ ബിഹേവിയറിനെ മോഡിഫൈ ചെയ്യാനായിട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ ഓപ്പറൻറ്റ് കണ്ടീഷനിങ്. ഓപ്പറൻറ്റ് കണ്ടീഷനിങ് ഈസ് എ ഗോൾ ഓറിയൻറ്റഡ് ബിഹേവിയർ. എന്തുകൊണ്ടാണ് അത് ഗോൾ ഓറിയൻറ്റഡ് ആകുന്നത്? അതിലെ ഗോൾ എന്താണ്? ലേണിംഗ് ടു ഒബ്റ്റെയിൻ റിവാർഡ്സ് ആൻഡ് അവോയ്ഡ് പണിഷ്മെൻറ്റ്സ്. പണിഷ്മെൻറ്റ്സ് കുറയ്ക്കുക, റിവാർഡ്സ് നേടുക.
ആ ഒരു രീതി പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു വ്യക്തി. അതാണ് ഇവിടെ ഓപ്പറൻറ്റ് കണ്ടീഷനിങ് എന്ന തിയറിയിൽ പറയുക. അടുത്തത് കൊഗ്നിറ്റീവ് തിയറിയാണ്. ദിസ് തിയറി ഫോക്കസസ് ഓൺ ഹൗ തോട്ട് പ്രോസസ് ഇൻഫ്ലുവൻസ് ലേണിംഗ്. ഒരു മനുഷ്യൻ്റെ ചിന്തകൾ എങ്ങനെയാണ് ലേണിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതാണ് ഈ തിയറി ഫോക്കസ് ചെയ്യുക. Cognitive learning theory is based on the idea that thought processes can be influenced by internal and external factors. ഒരു വ്യക്തിയുടെ തോട്ട് പ്രോസസ്സസിനെ ഇൻറ്റേർണൽ ഫാക്ടേഴ്സും അതുപോലെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഹൗ ഫോക്കസ്ഡ് ഓർ ഡിസ്ട്രാക്റ്റഡ് എ പേഴ്സൺ ഈസ്. ഒരു വ്യക്തി എത്രത്തോളം ഫോക്കസ്ഡ് ആണ് ഒരു പർട്ടിക്കുലർ കാര്യത്തിലേക്ക്, അല്ലെങ്കിൽ അയാൾ ഡിസ്ട്രാക്റ്റഡ് ആണോ, കോൺസെൻട്രേറ്റ് ചെയ്തൊരു തോട്ടിൽ ഉറച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടോ, അതൊക്കെ ആ മൈൻഡുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കും ഇൻറ്റേർണൽ ഫാക്ടേഴ്സ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വെദർ ദ പേഴ്സൺസ് കമ്മ്യൂണിറ്റി വാല്യൂസ് വാട്ട് ദേ ആർ ലേണിംഗ് ഓർ ഇഫ് ദേ റിസീവ് പ്രൈസ് ഫ്രം അതേഴ്സ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആ പേഴ്സൻ്റെ കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കും. ആ കമ്മ്യൂണിറ്റി അവർ പഠിക്കുന്ന കാര്യങ്ങളെ വാല്യൂ ചെയ്യുന്നുണ്ടോ, ഓർ ഇഫ് ദ റിസീവ് പ്രൈസ് ഫ്രം അതേഴ്സ്, മറ്റുള്ളവരിൽ നിന്ന് പ്രശംസയൊക്കെ കിട്ടുന്നുണ്ടോ, അതിനെ ബേസ് ചെയ്ത്, ആ കമ്മ്യൂണിറ്റിയെ ബേസ് ചെയ്ത്, എൻവയോൺമെൻറ്റ് സർക്കംസ്റ്റൻസിനെ ബേസ് ചെയ്ത് നിൽക്കും എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. അപ്പം ഒരു മനുഷ്യൻ്റെ ചിന്ത എങ്ങനെയാണ് ലേണിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതാണ് കൊഗ്നിറ്റീവ് തിയറി. ഇൻറ്റേർണൽ ഫാക്ടേഴ്സും എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, അതായത് എൻവയോൺമെൻറ്റൽ, കമ്മ്യൂണിറ്റി, സറൗണ്ടിങ്, അതൊക്കെയാണ് എക്സ്റ്റേണലി പെടുക. അതൊക്കെ ഇങ്ങനെ ഒരു വ്യക്തിയുടെ ലേണിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇനിയുള്ളത് സോഷ്യൽ ലേണിംഗ് തിയറിയാണ്. ഇൻഡിവിജ്വൽസ് ഓൾസോ ലേൺ ബൈ ഒബ്സർവിങ് ദെയർ മോഡൽ whom they admire, that is parents, teachers, peers, superiors, etc. Individuals also learn by observing their model. അവർ ചില സ്വഭാവങ്ങളൊക്കെ പഠിച്ചെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചില മാനറിസംസ് ഒക്കെ പഠിച്ചെടുക്കുന്നത് റോൾ മോഡൽസിനെ ബേസ് ചെയ്തിട്ടാണ്. ഓരോരുത്തർക്കും അവർ അഡ്മയർ ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടാവും. ചിലപ്പം പേരൻസ് ആയിരിക്കും, അതല്ലെങ്കിൽ വല്ല സെലിബ്രിറ്റീസ് ആയിരിക്കും, ടീച്ചേഴ്സ് ആയിരിക്കും, സുപ്പീരിയേഴ്സ്, ആരുമായിക്കോട്ടെ, ആരെങ്കിലുമൊക്കെ മോഡലാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ മാനറിസംസൊക്കെ ഈ ഇൻഡിവിജ്വലിൻ്റെ ബിഹേവിയറിനെയും അതുപോലെ പേഴ്സണാലിറ്റിയും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അത് പഠിച്ചെടുക്കുന്നതാണ്. ആ മോഡലിൻ്റെ ചില രീതികളെ പഠിച്ച് എടുത്തിട്ട് അതുപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ടാണ് ഇവിടെ ലേണിംഗ് കടന്നു വരുന്നത്. ലേൺ ചെയ്യുവാണ്. റോൾ മോഡൽസിൻ്റെ രീതിയെ പഠിച്ചെടുത്തിട്ട് അത് തൻ്റേതാക്കി കാണിക്കുന്നു. The influence that a model will have on an individual is determined by the following 4 processes. ഒരു മോഡലിന് ഇൻഡിവിജ്വലിലുള്ള ആ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടല്ലോ, അതിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന 4 പ്രോസസ്സസിനെയാണ് താഴെ പറയുന്നത്. 1 അറ്റൻഷൻ പ്രോസസ്സ്, പിന്നെ 2 റിറ്റൻഷൻ പ്രോസസ്സ്, 3 മോട്ടോർ റിപ്രൊഡക്ഷൻ പ്രോസസ്സ്, ആൻഡ് 4 റീഇൻഫോഴ്സ്മെൻറ്റ് പ്രോസസ്സ്. ഇതിൽ അറ്റൻഷൻ പ്രോസസ്സ് എന്നാൽ പീപ്പിൾ ക്യാൻ ലേൺ ഫ്രം ദെയർ മോഡൽസ് പ്രൊവൈഡഡ് ദേ റെക്കഗ്നൈസ് ആൻഡ് പേ അറ്റൻഷൻ ടു ദ ക്രിട്ടിക്കൽ ഫീച്ചേഴ്സ്. ആ മോഡലിൻ്റെ ക്രിട്ടിക്കൽ ഫീച്ചേഴ്സിനെ നോക്കിക്കണ്ട് റെക്കഗ്നൈസ് ചെയ്ത് അതിൽ നിന്ന് പഠിച്ചെടുക്കുകയാണ്. ഇൻ പ്രാക്ടീസ് ദ മോഡൽസ് ദാറ്റ് ആർ അട്രാക്റ്റീവ്, റിപ്പീറ്റഡ്ലി അവൈലബിൾ ഓർ ഇമ്പോർട്ടൻറ്റ് ടു അസ് ടെൻഡ് ടു ഇൻഫ്ലുവൻസ് അസ് ദ മോസ്റ്റ്. റിപ്പീറ്റഡ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കാണുന്ന ഒരാൾ, അല്ലെങ്കിൽ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ അത്രയും ഇമ്പോർട്ടൻറ്റ് സ്ഥാനം വഹിക്കുന്ന ഒരാൾ, അങ്ങനെ ഒരു ആളായിരിക്കും ഒരു ഇൻഡിവിജ്വലിനെ കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുക. ഇൻഫ്ലുവൻസ് മോസ്റ്റ് എന്നാണ് പറയുന്നത്. റിട്ടൻഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ എ മോഡൽസ് ഇൻഫ്ലുവൻസ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ വെൽ ദ ഇൻഡിവിജ്വൽ ക്യാൻ റിമെമ്പർ ഓർ റിറ്റേൺ ഇൻ മെമ്മറി the behavior or action displayed by that model. റിട്ടൻഷൻ പ്രോസസ്സിൽ ഇത്രേ പറയുന്നുള്ളൂ. ഒരു മോഡലിൻ്റെ ഇൻഫ്ലുവൻസ്, ഒരു ഇൻഡിവിജ്വലിൽ ഒരു മോഡലിൻ്റെ ഇൻഫ്ലുവൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ മോഡലിൻ്റെ ചില ബിഹേവിയർ, ആക്ഷൻ ഒക്കെ ഉണ്ടാവും. ആ മോഡൽ ഇങ്ങനെ എപ്പോഴും കാണിക്കുന്ന ചില ബിഹേവിയർ അല്ലെങ്കിൽ ചില മാനറിസംസ് ഒക്കെ ഉണ്ടാവും. അത് എത്രത്തോളം ആ ഇൻഡിവിജ്വലിൻ്റെ മനസ്സിൽ നിൽക്കുന്നു, മെമ്മറിയിൽ നിൽക്കുന്നു,
എത്രത്തോളം ഓർമ്മയിൽ ഇങ്ങനെ റീറ്റെയിൻ ചെയ്ത് റിമെമ്പർ ചെയ്യാൻ പറ്റുന്നു അതിനെ ബേസ് ചെയ്തിരിക്കും എന്നാണ് പറയുന്നത്. എത്ര വെൻ ദ മോഡൽ ഈസ് നോ ലോങ്ങർ റെഡ്ലി അവൈലബിൾ, ഈ റിട്ടൻഷനും അതുപോലെ കുറഞ്ഞിരിക്കും. അപ്പോൾ എത്ര നാൾ നമ്മുടെ ഓർമ്മയിൽ ആ മോഡലിൻ്റെ മാനറിസംസ് നിൽക്കുന്നുവോ അത്രയും കൂടുതലായിരിക്കും ആ മോഡലിന് നമ്മളിലുള്ള ഇൻഫ്ലുവൻസ്. മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. 3 മോട്ടർ റിപ്രൊഡക്ഷൻ പ്രോസസ്സാണ്. ഇതിൽ ദ ഇൻഡിവിജ്വൽ നീഡ്സ് ടു കൺവേർട്ട് ദ മോഡൽസ് ആക്ഷൻ ഇൻ ടു ഹിസ് ഓർ ഹർ ആക്ഷൻ. നമുക്കൊരു റോൾ മോഡൽ ഉണ്ടാവും, ആ മോഡലിൻ്റെ ആക്ഷനെ അതേപോലെ അങ്ങോട്ട് എടുക്കാതെ ചില മോഡിഫിക്കേഷനൊക്കെ വരുത്തി നമ്മളുടേതായ രീതിയിൽ നമ്മുടെ മാനറിസംസ് ആക്കി മാറ്റുന്നു, അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയറൽ ട്രെയ്റ്റ് ആക്കി മാറ്റുന്നു. ദിസ് പ്രോസസ് എവിൻസസ് ഹൗ വെൽ ആൻ ഇൻഡിവിജ്വൽ ക്യാൻ പെർഫോം ദ മോഡൽഡ് ആക്ഷൻ. എങ്ങനെയാണ് നമ്മളതിനെ നമ്മളുടേതാക്കി മാറ്റുന്നത് അതിനെ ബേസ് ചെയ്തിരിക്കും. പക്ക ഒരു സ്പൂൺ ഫീഡിങ് അല്ല ഇവിടെ നടക്കുന്നത്. റീഇൻഫോഴ്സ്മെൻറ്റ് പ്രോസസ് ആണ് അടുത്തത്. ഇൻഡിവിജ്വൽസ് ബിക്കം മോട്ടിവേറ്റഡ് ടു ഡിസ്പ്ലേ ദ മോഡൽഡ് ആക്ഷൻ ഇഫ് ഇൻസെൻറ്റീവ്സ് ആൻഡ് റിവാർഡ്സ് ആർ പ്രൊവൈഡഡ് ടു ദം. പ്രോപ്പറായിട്ടുള്ള റിവാർഡ്സ് ഒക്കെ തരാമെന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽസ് മോട്ടിവേറ്റഡ് ആകുവാണെങ്കിൽ, അല്ലെങ്കിൽ ഏത് ഒരു മോഡലിൻ്റെ ആക്ഷനെയാണോ ആ ഇൻഡിവിജ്വൽ എടുത്ത് തൻ്റെ മാനറിസംസ് ആയിട്ട് പ്രകടിപ്പിക്കുന്നത്, അത് കാണിച്ചു കഴിഞ്ഞാൽ പ്രോപ്പർ റിവാർഡ്സൊക്കെ തരാമെന്ന് പറയുമ്പോൾ നമ്മൾ മോട്ടിവേറ്റഡ് ആവും ആ മാനറിസംസ്, നമ്മൾ ലേൺ ചെയ്തെടുത്ത ആ മാനറിസംസ് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ പഠിച്ചെടുത്ത ആ മോഡലിൻ്റെ ആ ഒരു മോഡൽഡ് ആക്ഷൻ ഉണ്ടല്ലോ, അത് വീണ്ടും നമ്മളിലേക്കൊന്ന് റീഇൻഫോഴ്സ് ചെയ്യാൻ ഈ റിവാർഡ് സിസ്റ്റം സഹായിക്കും എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു റിവാർഡ് സിസ്റ്റം, ബോണസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാമെന്ന് പറയുമ്പോൾ ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് ഫോഴ്സ് ആണെന്നാണ് ഇവിടെ പറയുന്നത്. സോ ഇതാണ് സോഷ്യൽ ലേണിംഗ് തിയറി. ഈസിയാണ്, മനസ്സിലാക്കി വായിച്ചു കഴിഞ്ഞാൽ ഈസിയാണ്. പക്ഷെ അധികം അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ കൺഫ്യൂസിങ് ആയിട്ടും തോന്നിയേക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ലേണിംഗ് തിയറി. Hope it's clear. Thank you for watching.